നമസ്കാരം. UDFിൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെ പ്രസ്താവനകൾക്ക് ഇടതിൻ്റെ കടുത്ത വിമർശനം. ഇത്രയും കാലം ശശി തരൂരിൻ്റെ തിരുവനന്തപുരത്തെ എതിരാളി BJPയും രാജീവ് ചന്ദ്രശേഖറുമായിരുന്നു. പന്ന്യൻ രവീന്ദ്രൻ എന്നൊരു ഇടത് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ചതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടായിരുന്നു തരൂരിൻ്റേത്. രാജീവ് ചന്ദ്രശേഖറിനെ അപവാദം പറഞ്ഞതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ച തെളിവ് കയ്യിലില്ലാഞ്ഞതുകൊണ്ട് മാത്രം കമ്മീഷൻ്റെ പഴി കേൾക്കേണ്ടി വന്നു തരൂരിന്. താക്കീതും കിട്ടി പിന്നാലെ. അപ്പോൾ പിന്നെ കളി ഇനി രാജീവിൻ്റെ മുന്നിൽ നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ തരൂരിത ഇവിടെ പന്ന്യൻ രവീന്ദ്രൻ എന്നൊരു സ്ഥാനാർത്ഥി ഇടതിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി വല്ലതുമൊക്കെ കൊച്ചു വർത്തമാനം പറയുന്നത് ഇടതുകാരോടാകാമെന്ന് തരൂർ തീരുമാനിച്ചിരിക്കുന്നു. ഇതാ അങ്ങനെ തരൂർ ഇടതിനിട്ടങ്ങ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം ആകെ 18 സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതൊന്നും വിജയിക്കില്ലെന്നും 2-3 അംഗങ്ങളെയും കൂട്ടി പാർലമെന്റിലേക്ക് പോയാൽ 2 മിനിറ്റ് പോലും സംസാരിക്കാനാവില്ലെന്നും ചർച്ചകളെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും തരൂർ പരിഹസിച്ചു. ഇത്തരത്തിൽ CPMനെതിരെ ശശി തരൂർ പറഞ്ഞ പരിഹാസങ്ങൾ രൂക്ഷമായി വിമർശിക്കപ്പെടുകയാണ്. കുറിക്കൊള്ളുന്ന മറുപടിയുമായി ഇടതുമുന്നണിയിലെ സ്ഥാനാർത്ഥികളടക്കം തരൂരിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് നല്ല ചുട്ട മറുപടി നൽകിയിട്ടുണ്ട്. പാർലമെന്റ് ജനാധിപത്യത്തിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും അവരവരുടേതായ അടിത്തറയും സ്പോട്ടുമുണ്ട്. തരൂരിൻ്റെ ശബ്ദം അഹങ്കാരത്തിൻ്റെതാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. ഇടതുപക്ഷത്തിൻ്റെ 20 പാർലമെന്റ് മെമ്പർമാർ കേരളത്തിൽ നിന്നും വിജയിച്ചു പോയാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ചലനം വളരെ വലുതാണ്. അത് തരൂരിനും നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ചില അഹങ്കാര ശബ്ദങ്ങൾ തൊടുത്തുവിടുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രനും തരൂരിൻ്റെ ആ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ചു. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം പരാജയ ഭീതി കൊണ്ട് എന്തൊക്കെയോ അദ്ദേഹം വിളിച്ചു പറയുന്നു എന്നാണ് V ശിവൻകുട്ടി ഇതിനെതിരെ പറഞ്ഞത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞത് അംഗങ്ങളുടെ എണ്ണത്തിലല്ല കാര്യം, എങ്ങനെ ലോകസഭയ്ക്കുള്ളിലും പാർലമെന്റിലും പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ഇതിനു മുൻപ് തരൂർ പറഞ്ഞ മറ്റൊരു പ്രസ്താവന കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമല്ല, ഇവിടെ UDFും BJPയും തമ്മിലാണ് കടുത്ത പോര് നടക്കുന്നതെന്നും ഇടതുമുന്നണി ചിത്രത്തിലേ ഇല്ല പോലും. ഇതിനെതിരെയും ഇടതു നേതാക്കൾ ശക്തമായി ആഞ്ഞടിച്ചു. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തരൂർ നടത്തുമ്പോൾ തിരുവനന്തപുരത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ലാക്കാക്കിയുള്ള പ്രതികരണങ്ങളായിട്ടാണ് നേതാക്കൾ കണ്ടിരുന്നത്. എന്തൊക്കെയായാലും രാഷ്ട്രീയ പൊള്ളത്തരം കാണിക്കുന്ന പാർട്ടിയല്ല CPM. കോൺഗ്രസിൻ്റെ കളരിയുമല്ല CPMൻ്റേത്. കേരളം മുഴുവനും ശക്തമായ LDF തരംഗമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തണമെന്നുള്ള നടക്കാത്ത ഒരു ലക്ഷ്യത്തിന് പിന്നാലെയാണ് UDF.